ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. ഇതിനകത്ത് ഞാൻ പ്രോജക്റ്റിൽ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹെഡർ ഡോട്ട് ജെ എസിനകത്താണല്ലോ നമ്മൾ കുറെ കസ്റ്റം കോമ്പോണന്റും പിന്നെ ടാപ്പ് ബട്ടന്റെ കോമ്പോണന്റും കൊണ്ടുവന്നത്. അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ആപ്പ് ഡോട്ട് ജെ എസിനകത്തായിട്ടാണ് കൊണ്ടുവന്നത്. ഹെഡർ കോമ്പോണന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം യു എൽ സെക്ഷൻ ഇതൊക്കെ എല്ലാം ഞാൻ ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഹെഡർ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞാൽ ഹെഡർ മാത്രമേ ഉള്ളൂ. ഹെഡർ കണ്ടന്റ് മാത്രമേ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുള്ളൂ. നമ്മുടെ മെയിൻ കണ്ടന്റ് അല്ല നമ്മളെ തൽക്കാലം ആപ്പ് ഡോട്ട് ജെ എസിനകത്ത് ഇട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ നമ്മൾ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ കോമ്പോണന്റില് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു കസ്റ്റം കോമ്പോണന്റിൽ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ഫംഗ്ഷൻ വേണം, പിന്നെ ഒന്ന് റിട്ടേൺ റെൻഡേഡ് കോമ്പോണന്റ് വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ഇവിടെ റിട്ടേണിനകത്ത് ഞാനിവിടെ ഒരു മെയിൻ ടാഗ് എന്ന് പറഞ്ഞൊരു ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ടാഗിനകത്താണ് ഈ ഹെഡറും യു എൽ സെക്ഷനൊക്കെ വരുന്നത്. ഈ മെയിൻ എന്ന് പറയുന്നത് ഒരു പാരന്റ് എലമെന്റ് ആണ്. ഓക്കെ, ആക്ച്വലി ഈ മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ മെയിനകത്ത് ആണ് ഈ സംഭവം ഉള്ളത്. സപ്പോസ് ഈ മെയിൻ പാരന്റ് എലിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അൺവാണ്ടഡ് എലമെന്റ് എന്ന് പറയുക. സപ്പോസ് ഇവിടെ മെയിന് പകരം ഇവിടെ ഡിവോ അല്ലെങ്കിൽ സ്പാനോ എന്തെങ്കിലും എലമെന്റ് ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് ക്ലാസ് നെയിമോ അല്ലെങ്കിൽ അതിന് സ്റ്റൈലിങ്ങോ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ ആക്ച്വലി അതൊരു അൺവാണ്ടഡ് എലിമെന്റ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ സപ്പോസ് മെയിൻ എലിമെന്റ് നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ മെയിൻ എലമെന്റ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇങ്ങനെ എടുത്തിട്ട് റിമൂവ് ചെയ്യും. പക്ഷെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എറർ ആണ് അടിക്കുന്നത്. എറർ എന്ന് പറയുന്നത് JSX എക്സ്പ്രഷൻസ് മസ്റ്റ് ഹാവ് വൺ പാരന്റ് എലമെന്റ് എന്നാണ്. അതായത് ഒരു പാരന്റ് എലമെന്റ് മസ്റ്റ് ആയിട്ട് വേണം. ഇവിടെ റിട്ടേൺഡ് അവിടെ നമുക്കിവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് വരുന്നത്. ഒന്ന് ഹെഡർ എന്ന് പറയുന്ന ഒരു കസ്റ്റം കോമ്പോണന്റ്, യു എൽ എന്ന് പറയുന്ന ഒരു വേറൊരു എലമെന്റ്, സെക്ഷൻ എന്ന് പറയുന്നത് വേറൊരു എലമെന്റ്. ഇത് മൂന്ന് എലമെന്റ്സ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരൊറ്റ വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇതൊരു മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് ഉള്ളത്. അത് നമുക്കിവിടെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിന് എന്താ ചെയ്യണം? നമുക്കൊരു പാരന്റ് എലമെന്റ് വേണം. ആക്ച്വലി റിട്ടേൺ ടൈപ്പിനകത്ത് ഈ പാരന്റ് എലമെന്റിനകത്താണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. പാരന്റ് എലമെന്റിനകത്ത് മൾട്ടിപ്പിൾ എലമെന്റ്സ് വരാം, പക്ഷെ ഒരു പാരന്റ് എലമെന്റ് മസ്റ്റ് ആയിട്ട് വേണം. പക്ഷെ നമുക്ക് ഈ മെയിൻ എന്ന് പറയുന്നത് സപ്പോസ് ഇത് അൺവാണ്ടഡ് എലമെന്റ്, എനിക്ക് ഇത് റിമൂവ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല്, ഈ മെയിൻ മാറ്റിയിട്ട് ഇവിടെ റിയാക്ടിന്റെ അവിടെ ഞാൻ ഇവിടെ ഒരു വേറൊരു മെത്തേഡ് കൊണ്ടുവരാണ്. അതിനാണ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രാഗ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ മെയിൻ മാറ്റിയിട്ട് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെയും നമ്മളിവിടെ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഇതിന്റെ പാരന്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റ്. ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു അൺവാണ്ടഡ് എലമെന്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിന് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ സേവ് ചെയ്ത് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സംഭവം ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ നമ്മളെ ഡിവ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമ്മുടെ മെയിൻ റൂട്ട് എലമെന്റ് ആണ്. ഓക്കെ, മെയിൻ റൂട്ട് എലിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡെക്സ് ഡോട്ട് ജെ എസിനകത്തോട്ട് പോയാൽ ഇവിടെ റിയാക്ട് ഡോം ക്രിയേറ്റ് റൂട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി റൂട്ട് എന്ന് പറഞ്ഞൊരു എലമെന്റ് എടുത്തുകൊണ്ട് വന്ന് അതാണ് നമ്മുടെ മെയിൻ റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. ആ റൂട്ട് എലമെന്റിനകത്താണ് ഈ സാധനം വരുന്നത്. അതായത് ആപ്പ് ഡോട്ട് ജെ എസിനകത്ത് സാധനം വരേണ്ടത്. അപ്പൊ ഈ റൂട്ട് എലമെന്റ് അകത്ത് ആ മെയിൻ എലമെന്റ് പോയി, അപ്പൊ അൺവാണ്ടഡ് എലമെന്റ് അങ്ങ് പോയി. അപ്പൊ ഈ ഫ്രാഗ്മെന്റ് ഒരു കേസ് അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളുടെ പാരന്റ് എലമെന്റ് സപ്പോസ് പാരന്റ് എലമെന്റിനകത്ത് ഒന്നുമില്ല, അതായത് എലമെന്റിനകത്ത് സ്റ്റൈലോ ക്ലാസ്സോ ഒന്നുമില്ല, ജസ്റ്റ് വെറും ഒരു എലമെന്റ് മാത്രം.
ആണെങ്കിൽ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും. ഇപ്പോഴത്തെ മോഡേൺ റിയാക്റ്റിൽ നമ്മൾ ഈ ഫ്രാഗ്മെന്റ് മാറ്റിയിട്ട്, അതായത് നമ്മൾ ഷോർട്ട് ആക്കാൻ നോക്കുക. അതായത് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ എം ടി ആക്കും. അതായത് എം ടി ടാഗ് എലമെന്റ്. ഓക്കെ, എം ടി ടാഗ് എലമെന്റ് കൊടുത്താലും സെയിം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന മെത്തേഡ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എം ടി ടാഗ് കൊടുക്കാം. സോ ഇതും ഒരു ഫ്രാഗ്മെന്റ് കേസാണ്. ഫ്രാഗ്മെന്റ് ഷോർട്ട് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മോഡേൺ റിയാക്റ്റിൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. സോ ഫ്രാഗ്മെന്റ്, അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരൊറ്റ എലമെന്റ് ആയിട്ട് വേണം. നമ്മൾ ഇത് മൾട്ടിപ്പിൾ എലമെന്റ്സ് നമുക്ക് ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പാരന്റ് എലമെന്റ് വേണം. ഈ പാരന്റ് എലമെന്റിനകത്ത് സ്റ്റൈലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഫ്രാഗ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യും. സോ ഫ്രാഗ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ പാരന്റ് എലമെന്റ് അവിടെ ഇതിനകത്ത് കാണത്തില്ല. ഓക്കെ, സോ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.